എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിന്റെ അൺബോക്സിംഗ് എന്തായാലും ഉണ്ടാവില്ല. ലഡിയ ഇത് ഓൾറെഡി എല്ലാം അറിഞ്ഞതല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു 8. ഓക്കെ, നമുക്ക് നോക്കാം. മമ്മിനെ പറ്റിച്ചാണല്ലേ? ഓക്കെ, ഇപ്പൊ എത്ര വന്നു? 5969. കുട്ടറ വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറെ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യണത്. ടിയ ആൻഡ് അദ്വിക് ചാത്തുംകുളം എന്ന് പറയുന്നൊരു ചാനലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചാനൽ തന്നെയാണ്. ഏകദേശം 5 മില്യണോളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു വലിയ ചാനലാണിത്. പേര് പോലെ തന്നെ ടിയ കുട്ടിയുടെയും അദ്വിക്കിന്റെയും ഓരോരോ ആക്ടിവിറ്റികളാണ് ഇവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. കൂടെ ഇവരുടെ അമ്മയും ഉണ്ടാകും. ഇന്ന് ഞാൻ ഇവരെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ സബ്സ്ക്രൈബറിൽ പെട്ട ഒരാൾ ഇവരെ കുറിച്ച് ചില പരാതികൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂട്യൂബർ ആയിട്ടുള്ള ഷെഫീന ബീവിക്ക് മെസ്സേജ് അയച്ചു. ഈ പരാതി പറഞ്ഞ സബ്സ്ക്രൈബർ ഒരു അമ്മയും മോളുമാണ്. ടിയ കുട്ടിയുടെയും അദ്വിക്കിന്റെയും വീഡിയോകൾ കുട്ടികൾക്കിടയിൽ ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അമ്മയുടെ പരാതി. നമുക്ക് എന്തായാലും ഈ അമ്മ ഷെഫീന ബീവിക്ക് അയച്ച വോയിസ് മെസ്സേജ് ഒന്ന് കണ്ടു നോക്കാം. അതില്ല, ഞാൻ എന്താന്ന് വെച്ചാലേ ഇത് ടിയക്കുട്ടി ചാത്തംകുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ്. വ്ളോഗാണ് ടിയക്കുട്ടി അങ്ങനത്തെ ടിയക്കുട്ടി അദ്വിക് ചാത്തംകുളം നിമിഷ രജീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ്. നല്ല വ്ളോഗാണ്. അവര് യൂട്യൂബ് ചാനലിന്റെ നെയിം അതാണ്. അപ്പൊ ഇവിടെ ഈ കുറെ കാലമായിട്ട് ഇവർക്ക് എത്രയോ 4 മില്യണോ 5 മില്യണോ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഇടയ്ക്ക് ശബ്ദം ഒരു കുഞ്ഞിന്റെതാണ്. അപ്പൊ കുട്ടിയുടെയും കൂടെ ആവശ്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് ഈ കുട്ടിയുടെ പേരിൽ തുടങ്ങിയ ചാനലാണ്. എന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യുന്നത് മൊത്തം ഈ കുട്ടിയുടെ അമ്മ ആണ്. എന്താ പെർഫോം ചെയ്യുന്നത്? അവിടെ വേറെ എന്താ പറയാ, നമ്മള് പ്രത്യേകിച്ചിട്ട് അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനുള്ള സംഭവങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എന്താ കാണിക്കുന്നത്? ഇവരൊരു ഷോപ്പിംഗ് മാളിൽ പോകുന്നു, അല്ലെങ്കിൽ ഇവർ അവിടെ പോകുന്നു, ഇവർ ഇവിടെ പോകുന്നു, എന്നിട്ട് ഇവര് കുറെ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യുന്നു, അങ്ങനെ എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ റീസെന്റ് എന്റെ മോൾക്ക് രണ്ടാമത്തെ മോൾക്ക് 7 വയസ്സാണ്. അപ്പൊ ഈ കുട്ടി എന്നോട് വന്ന് പറഞ്ഞു, ഓക്കെ അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനുള്ള അവരെ പോലെ റിച്ചും അല്ല. നമ്മള് റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ എന്താ പറയാ മാനസികാരോഗ്യത്തിനെ തന്നെ തളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസും വ്ളോഗ്സും. ഇത് ഒരു മനുഷ്യനും ഇതുവരെ യൂട്യൂബില് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് സാധാരണക്കാരായ കുഞ്ഞു മക്കള് ഇന്ന് ആരാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ അച്ഛന്റെയോ അമ്മയുടെ കയ്യിലോ ഒരു എന്ത് ഒരു കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാണ്. കുഞ്ഞു മക്കളുടെ അല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ കാണുന്നത് കുഞ്ഞു മക്കൾ കണ്ട് ടിയ കുട്ടി പറഞ്ഞ് കാണുക. ഈ ടിയക്കുട്ടിയുടെ വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറെ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ഇതാണ് ഇവരുടെ മെയിൻ പരാതി എന്ന് പറയുന്നത്. അതായത് ടിയക്കുട്ടിയും അദ്വിക്കും പല സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പങ്കുവെക്കാറുണ്ട്. ഇത് കാണുന്ന മറ്റു കുട്ടികൾക്കും സ്വാഭാവികമായും അതുപോലെ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അവരുടെ മാതാപിതാക്കൾക്ക് ടിയക്കുട്ടിയുടെയും അദ്വിക്കിന്റെയും മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ താങ്കളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി ഒരുപോലെ അല്ലല്ലോ. അപ്പൊ ഇവരുടെ വീഡിയോകളിൽ ഓരോരോ സാധനങ്ങൾ വാങ്ങുന്നത് കണ്ട് മക്കൾക്ക് കൊതി വരുന്നു എന്നുള്ളതാണല്ലോ ഷെഫീന ബീവിക്ക് മെസ്സേജ് അയച്ച സ്ത്രീ പറയുന്ന പ്രധാന പരാതി എന്ന് പറയുന്നത്. എന്തായാലും അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അടുത്തത് നമുക്ക് എന്തായാലും ടിയക്കുട്ടിയും അദ്വിക്കും ഒക്കെ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഈ സ്ത്രീ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നോക്കണല്ലോ. വാ കണ്ടോക്കാം. ഈ 3 ബാഗ്സാ വാങ്ങിയത്. ആ ബാഗിന്റെ ഉള്ളിൽ ബാഗുകളാട്ടോ. കാരണം നമ്മളിത് 1 ഇയർ ഒരു 1 ഇയറിന് വേണ്ടിയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആണ്. നല്ല ഈ കുട്ടിനെ ഓൾറെഡി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബാഗാണ്. കാരണം നമുക്ക് എന്തായാലും ആവശ്യം വരും. അതിനുള്ള എപ്പോഴും ഒരു സ്പെയർ ബാഗ്, ഈ ഒരു കുഞ്ഞു ബാഗ് സ്പെയർ ആയിട്ട് വാങ്ങിയിട്ടുണ്ടോ? കാരണം നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ ബാഗിന്റെ സെക്ഷൻ എല്ലാം ഓക്കെ ആയിന്ന് വിചാരിക്കുന്നു. 1 2 3 3 ബാഗ്സ് കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിന്റെ അൺബോക്സിംഗ് എന്തായാലും ഉണ്ടാവില്ല. ലഡിയ ഇത് ഓൾറെഡി എല്ലാം അറിഞ്ഞതല്ലേ? ഓക്കെ, ഇതൊരു സാധനം. ആ ന്യൂട്രൽ എനിക്ക് അൺബോക്സ് ചെയ്യണം. മെല്ലെ അത് ഓഫീസിലേക്ക് വാങ്ങിയ സംഭവം. ഒരു അദ്വിക്കുട്ടൻ എന്തൊക്കെ സാധനങ്ങളോ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ബില്ലിംഗ് സെക്ഷൻ ആണിത്. നോക്കി ക്യൂട്ടായിട്ടുള്ള 2 മാഷ്മെല്ലോ എടുത്തിട്ടുണ്ട്. ഏതാ? നോക്കി ക്യൂട്ടായിട്ടുള്ള ഒരു മാഷ്മെല്ലോ. നിങ്ങളത് എടുത്തോ? ബില്ലിടുന്ന സമയത്താണ് ഇവിടെ വേറെ എന്തോ ഒരു സാധനം. ഇവിടെ അധികം ഓടിട്ടോ. അധികം എവിടെ നിന്നറിയോ? മാഷ്മെല്ലോ എടുത്തിടാം. മമ്മയ്ക്ക് ഒരെണ്ണം എടുക്കണം. മമ്മയ്ക്ക് ഒരെണ്ണം പ്ലീസ്. ഗൈസ് ഇവിടെ ക്യൂട്ടി മാഷ്മെല്ലോസ് ഉണ്ട് കേട്ടോ. മമ്മയ്ക്ക് ബിഗ്. ഓ എന്ത് ക്യൂട്ടാ. എന്തായാലും കായോ ഗൈസ്. അങ്ങനെ ബില്ല് ഇട്ടിട്ട് സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇടാം. ഇനി നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ബില്ലിങ്ങിലോട്ട് പോവാം. പാക്കിംഗ്. ഓക്കെ, സ്നാക്സ് പാക്കിംഗ്.
ഓക്കെ, എത്ര ബില്ല് ടിയാ? എത്ര ബില്ല്? ബില്ല് കമന്റ് ചിക്കുവാണ് കറക്റ്റ് പറയാം. എക്സാക്ട് എമൗണ്ട് എത്ര ഉണ്ടാവും? ടിയ 3 ഞാൻ പറഞ്ഞു 8. ആ നോക്കാം. ടിയുടെ ഫൈനൽ എത്ര? ഇനി എത്രയോ എടുക്കാനുണ്ട്? ഒരു 5,500. ഓക്കെ, ഞാൻ പറഞ്ഞു 8. 5,500. ഓക്കെ, നമുക്ക് നോക്കാം. മമ്മിനെ പറ്റിച്ചാണല്ലേ? ഓക്കെ, ഇപ്പൊ എത്ര വന്നു? 5,969. കണ്ടല്ലോ, തിയക്കുട്ടിയുടെയും അദ്വിക്കിന്റെയും ഷോപ്പിങ്ങിന്റെ ഒരു സാമ്പിൾ വീഡിയോ മാത്രമാണ് നമ്മളിപ്പോ കണ്ടത്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് സ്നാക്സും മിഠായികളും ഒക്കെ ഒരു വലിയ കവർ നിറച്ചു വാങ്ങിയിട്ടുണ്ട്. മേ ബി അതിന് കൂടെ പ്രൊമോഷനും ഉണ്ടാക്കാം. ആ മാച്ച്മെന്റിനെ കുറിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ, അത് ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ആയിരിക്കാം. എന്ത് തന്നെയായാലും സ്നാക്സ് മാത്രം ഒരു വലിയ കവർ നിറയെ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരുടെ വീഡിയോകൾ കാണുന്ന സമയത്ത് മറ്റു കുട്ടികൾക്ക് കൊതി തോന്നുന്നത് സ്വാഭാവികം. കാരണം പല വീട്ടിലെയും കുട്ടികൾക്ക് ഇങ്ങനെ കവർ നിറയെ മിഠായികളും സ്നാക്സും ഒന്നും കിട്ടി ശീലമുണ്ടാവില്ല. വല്ലപ്പോഴും ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ലൈസിന്റെ പാക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും പല കുട്ടികൾക്കും കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ ബൾക്കായി മിഠായി വാങ്ങുന്നതൊക്കെ പല കുട്ടികളുടെയും സ്വപ്നമായിരിക്കും. പക്ഷെ വേറൊരു കാര്യം കേട്ടോ, ഇങ്ങനെ ബൾക്കായി വാങ്ങിയെന്ന് വെച്ച് എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇവര് കഴിക്കണം എന്നില്ല കേട്ടോ. ചിലപ്പം കുറെ ദിവസത്തേക്കുള്ളത് ഒറ്റയടിക്ക് വാങ്ങി വെച്ചെന്നേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ എന്ത് തന്നെയായാലും ഷെഫീന ബീവിക്ക് മെസ്സേജ് ചെയ്ത ആ സ്ത്രീ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി വാങ്ങുന്നത് വീഡിയോ ആക്കി കാണിക്കുമ്പോൾ അത് കാണുന്ന മറ്റു കുട്ടികൾ ഇതേപോലെ വാങ്ങി തരാൻ വേണ്ടി വാശി പിടിക്കുകയാണ്. പക്ഷെ എല്ലാ മാതാപിതാക്കൾക്കും ഇത്രയും ലാവിഷായി മിഠായി വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. എന്തായാലും നമ്മൾ നേരത്തെ കേട്ട ആ വോയിസ് മെസ്സേജ് അയച്ച സ്ത്രീകൾക്ക് പറയാനുള്ളത് ബാക്കിയൂടെ കേട്ടോക്കാം. അതിപ്പോ എനിക്കിപ്പോ എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും അത് റീച്ച് കിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തത്. ആ ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ ചാനൽ കുട്ടി ചാത്തമ്പുളം എന്ന് പറഞ്ഞ ഒരു ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നോക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണോ എന്നുള്ളത് മനസ്സിലാവും. മനസ്സിലായിട്ട് എന്താ പറ്റെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ഭയങ്കര സംഭവം എന്നാണ് എന്റെ മൈൻഡിൽ പറയണത്. കാരണം വേറെ സംഭവം ഒന്നുമല്ല, കുട്ടികളെ എങ്ങനെ വിഷമിപ്പിക്കരുത്. കുഞ്ഞു മക്കളല്ലേന്നേ എല്ലാവരും. എല്ലാ വീഡിയോസും കാണുന്നതാണ്. എല്ലാത്തരം വീഡിയോസും നമ്മള് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് വീഡിയോ ചെയ്തോട്ടെ. വീഡിയോ ചെയ്തോണ്ട് നമുക്ക് ആർക്കും കുഴപ്പമില്ല. നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പൊ ഈവൻ നമ്മളെല്ലാവരും എല്ലാ വീഡിയോസും കാണുന്നതാണ്. എല്ലാത്തരം വീഡിയോസ് നമുക്ക് താല്പര്യമുള്ള പലതും ഉണ്ടാവില്ലേ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മാത്രമല്ലല്ലോ യൂട്യൂബിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഫർദർ ഫേസ്ബുക്കിൽ ഉണ്ടാവുക, അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാവർക്കും അവരവര് കോണ്ടന്റ് എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്നും ചെയ്യും. അതൊന്നും നമുക്ക് എവിടെയും പിടിച്ചെടുക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങളെയാണ് കൂട്ടുന്നത്. അത് വേറെ ആരുമില്ല. എനിക്ക് എന്റെ മകള് 7 വയസ്സായ മകൾക്ക് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്ത്രീ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളോ ഇവര് ഫാമിലിയിൽ മേടിച്ചു കൊടുക്കുന്ന ഇതൊക്കെ ഇവർക്ക് പ്രൊമോഷനായിട്ട് കിട്ടുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം ഒരു പക്ഷേ, എല്ലാം പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം. നമുക്കിതൊന്നും സാധ്യമല്ല. ഒന്നുമില്ലെങ്കിൽ അവര് നിർത്തി പോവുക, അല്ലെങ്കിൽ അവിടെ മിണ്ടാണ്ടിരിക്കുക. ഹേർട്ട് ചെയ്ത ഭാഗമൊന്നുമില്ല ഷെഫീന എല്ലാം ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അത് ഹേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവര് വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അവര് ഫുള്ള് ഷോപ്പിംഗ് സംഭവങ്ങള്. ഇപ്പൊ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ നമ്മള് സാധാ കുഞ്ഞു മക്കളൊക്കെ ഇത് കാണുമ്പോ അയ്യോ ടീ അത് മേടിച്ചു, കുട്ടി അത് മേടിച്ചു, കുട്ടി ഇത് മേടിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? എനിക്കറിയില്ല എങ്ങനെ അത് പറഞ്ഞു തരാന്ന് എനിക്ക് മനസ്സിലാവില്ലേ. കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ 7 വയസ്സായ എന്റെ മോളുടെ മൈൻഡില് ആ കുട്ടി രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അവള് ഈ ഫോൺ വെച്ചിട്ട് എന്തായാലും വീഡിയോസ് കുറച്ചു നേരം കാണും. ആ സമയത്ത് ഇവള് കാണുന്ന വീഡിയോസ് ഫുള്ള് ഈ ടിയ ആ ചലക്കുന്നതാണ് ഇവിടെ എല്ലാ സമയത്തും കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മെസ്സേജ് അയച്ച സ്ത്രീയുടെ 7 വയസ്സുള്ള കുട്ടി എപ്പോഴും ടിയക്കുട്ടിയുടെ യൂട്യൂബ് ചാനൽ കാണാറുണ്ട്, അവരുടെ വീഡിയോസ് കാണാറുണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് ഇവര് വാങ്ങുന്ന പല സാധനങ്ങളും കണ്ട് ഈ കുട്ടി അമ്മയുടെ അടുത്തും അച്ഛന്റെ അടുത്തും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്ക് അത് വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല. അങ്ങനെ ഇതൊരു പൊല്ലാപ്പായതോടെയാണ് ഈ യൂട്യൂബ് ചാനലിനെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ ഷെഫീന ബീവിക്ക് മെസ്സേജ് അയക്കുന്നത്. ഈ മെസ്സേജ് അയച്ച സ്ത്രീയുടെ കൺസേൺ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. ഈ ടിയക്കുട്ടിയുടെ യൂട്യൂബ് ചാനലിലെ ഷോപ്പിംഗ് വീഡിയോസ് കാണുന്ന സമയത്ത് മറ്റു കുട്ടികൾക്കും അതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ, എന്തിനാണ് നിങ്ങൾ കുട്ടികൾക്ക് യൂട്യൂബ് വെച്ച് കൊടുക്കുന്നത്? 7 വയസ്സായ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ വെറും 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള കുട്ടിക്ക് എങ്ങനെയാണ് കയ്യിൽ മൊബൈൽ ഫോൺ കിട്ടുന്നത്? നിങ്ങൾ കൊടുക്കുന്നതിനെ കൊണ്ടാണല്ലോ. ഓക്കെ, ഇപ്പൊ ചെറിയ കുട്ടികൾ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കിട്ടാൻ വേണ്ടി വാശി പിടിച്ച് കരയും. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ മാതാപിതാക്കളല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ ഈ പറയുന്ന തിയക്കുട്ടിയുടെയും അദ്വിക്കിന്റെ ഒക്കെ ചാനൽ കാണാൻ കാരണക്കാരാണ്? നിങ്ങൾ മാതാപിതാക്കൾ തന്നെയാണ്. നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. അവരുടെ യൂട്യൂബ് ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുക. അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രം അവർ കാണുന്നുണ്ടെന്ന്
ഉറപ്പ് വരുത്തുക. വല്ലപ്പോഴും അവർക്ക് കാർട്ടൂണോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പഠിക്കാനും കളിക്കാനും ഉള്ള എന്തെങ്കിലും കാണിച്ചു കൊടുക്കാന്നല്ലാതെ ഇതുപോലുള്ള ഫാമിലി വ്ലോഗുകളൊക്കെ എന്തിനാണ് മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? ഈ കാര്യങ്ങൾ നിങ്ങൾ മാതാപിതാക്കളും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാണെങ്കിൽ മക്കൾ ഇങ്ങനെയുള്ള ഓരോ വീഡിയോകൾ കണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. ഇനി എനിക്ക് പറയാനുള്ളത് തീക്കുട്ടിയുടെയും മധുക്കിന്റെയും മാതാപിതാക്കളോടാണ്. നിങ്ങളുടെ വീഡിയോ കാണുന്ന മുതിർന്നവർക്ക് ഇത് നിങ്ങളുടെ പ്രൊമോഷൻ വീഡിയോകളാണ്, സ്പോൺസർഷിപ്പ് ആണ് എന്നൊക്കെയുള്ളത് കണ്ടാൽ മനസ്സിലാകും. എന്നാൽ ചെറിയ കുട്ടികൾക്ക് ആ ഒരു വകതിരിവ് ഉണ്ടാവില്ല. അവര് കാണുന്നത് തീക്കുട്ടിയും മദ്യക്കും ഒക്കെ വൻതോതിൽ ചോക്ലേറ്റും മിഠായികളും ബാഗുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ വാരി വലിച്ച് വാങ്ങിക്കൂട്ടുന്നതാണ്. 6000 രൂപക്കൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി മാത്രം സ്നാക്സുകളും മിഠായികളും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ സാധാരണക്കാരായ കുട്ടികളുടെ മനസ്സിൽ അത് വലിയ ആഗ്രഹങ്ങളും ഒപ്പം നിരാശയും ഉണ്ടാക്കുമെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു ബാഗ് തന്നെ 2-3 തവണ ഉപയോഗിച്ചൊരു തലമുറ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോകളിൽ ഒരൊറ്റ വർഷത്തേക്ക് തന്നെ 3 ബാഗുകളൊക്കെ വാങ്ങിയാണ് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ആർഭാടങ്ങളും ദൂർത്തും പബ്ലിക്കിലേക്ക് പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് ഒരു തെറ്റായ സന്ദേശം തന്നെയാണ്. ഉള്ളവരത് കാണിച്ച് അഹങ്കരിക്കുമ്പോൾ ഇല്ലാത്തവരുടെ ഉള്ളിൽ അതൊരു വലിയ വിഷമമായി മാറും. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷവും ആർക്കും നല്ലതല്ല. മാത്രമല്ല ഇത്തരം വീഡിയോകൾ കണ്ട് കുട്ടികൾ വാശി പിടിക്കുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് വാങ്ങിച്ചു നൽകുന്ന പാക്കറ്റ് ഫുഡുകളും പ്രിസർവേറ്റീവ്സ് അടങ്ങിയതുമായിട്ടുള്ള പല പല സ്നാക്സുകളും കുട്ടികളുടെ ആരോഗ്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കും. ഭാവിയിൽ അവർക്കില്ലാത്ത അസുഖങ്ങൾ വരാൻ ഇത് കാരണമാകും. ഇൻഫ്ലുവൻസേഴ്സ് എന്ന നിലയിൽ സമൂഹത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്നത് ശരിയല്ല. ഇനി ഇതിനൊക്കെയുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള ചാനലുകൾ നമ്മുടെ കുട്ടികൾക്ക് കാണിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അവർ അവരുടെ രീതികൾ തിരുത്താൻ തയ്യാറല്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ നോക്കണം. കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ ഇത്തരം ചാനലുകൾ ഫീഡിൽ വരാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടികളോട് ഇത് അവർക്ക് ഫ്രീ ആയി കിട്ടുന്നതാണെന്നും നമ്മൾ ഇതിന് പിന്നാലെ പോകേണ്ടതില്ലെന്നും സ്നേഹത്തോട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയോ ചെയ്യുക. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.